പണ്ടായിരുന്ന പാർട്ടിയിൽ നിന്നൊരു നടപടി എടുത്ത് ഒരാളെ പുറത്താക്കിയാൽ അയാൾക്ക് വലിയ അപമാനമായിരുന്നു. ഉം. അയാൾ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട എങ്ങനെയിരിക്കും ആ സ്ഥിതിയിലാണ്. ഉം. ഇന്നിപ്പോൾ ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള അയാൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയി അടുത്ത പാർട്ടി ചേരുകയാണ്. ഉം. ആ സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. പത്മകുമാർ അന്ന് കൊല്ലം സമ്മേളനം ബഹിഷ്കരിച്ച് പോയത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ഒരു പ്രതിസന്ധിയുടെ ക്ഷീണിപ്പിച്ചു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ കൂടി പാർട്ടിക്ക് കഴിയാതെ പോയപ്പോൾ ക്ഷീണം കുറച്ചുകൂടെ കൂടി പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ അതിൻ്റെതായ ഒരു റിഫ്ലക്ഷൻ പത്തനംതിട്ട ഉണ്ടാകുമെന്ന ധാരണയിലായിരിക്കും. ഇതിനൊക്കെ കൂടെ പണിയാണോ ഇപ്പൊ കൊടുത്തതെന്നുള്ളതാ ചോദ്യം. അല്ല, അതല്ല, അങ്ങനെ ഒരു പണി പാർട്ടിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഉം. സ്വർണ്ണ ഉണ്ണികൃഷ്ണൻ പോയിയുടെ കൊടുത്തയക്കാൻ സ്വന്തം കൈപ്പടയിൽ എഴുതുന്നത് പാർട്ടി പണി കൊടുത്തിട്ടാണ്. അല്ല, അതിലോട്ടാണ് ഒരു കാര്യം വരുന്നത്. കാരണം പത്മകുമാർ ഈ പറയുന്നത് പോലെ സർക്കാരിന് എതിരായിട്ടൊക്കെ സംസാരിച്ച് വിശ്വാസികൾക്കൊപ്പമാണെന്നൊക്കെ പറയുമ്പോഴും CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ട് പാർട്ടിക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് പലപ്പോഴും പല സ്ഥാനത്തിരിക്കുന്നവരുടെ നിവർത്തികേടോ സാഹചര്യമോ ഗതികേടോ വട്ട് എവർ ഇറ്റ് മേ ബി അങ്ങനെയൊക്കെയാണ്.